അതാണ് ദ റിയൽ സ്റ്റോറി ഓഫ് കേരള. കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രം ആര് വളച്ചൊടുക്കാൻ നോക്കിയാലും ഇത് മൂടി വെക്കാൻ കഴിയില്ല. കണ്ട ഒരു വളരെ ഒരു ഹൃദയഹാരിയായ ഒരു നിമിഷം. സാഹചര്യം അങ്ങനെയാണ്, ഒന്നിച്ച് കഴിഞ്ഞോളാണ്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നബിദിനത്തിൽ നോട്ടുമാല ഇട്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ കുട്ടികൾ മുന്നിക്ക് പോയി, പിന്നെ കിട്ടിയത് മലപ്പുറം ജില്ലയിൽ ഒരു നബിദിന റാലി നടക്കുമ്പോൾ ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി ഈ ജാഥയിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് അതേ നോട്ടിന്റെ മാല ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ടോ ഒരു സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ചുംബനം സമർപ്പിക്കുന്നു. അതാണ് ദ റിയൽ സ്റ്റോറി ഓഫ് കേരള. കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രം ആര് വളച്ചൊടുക്കാൻ നോക്കിയാലും ഇത് മൂടി വെക്കാൻ കഴിയില്ല. പിന്നീടോ ചാനലുകാരൻ മുഴുവനും അവിടെ എത്തിപ്പോയി. ചാനലുകാരെങ്ങനെയാണ്, അവർക്കൊന്ന് കിട്ടിയാൽ മതി, അവിടെ ഒന്ന് എത്തിപ്പോവും. ക്ഷണിക്കണ്ട, ക്ഷണിക്കാതെ വരണ അതിഥിയാണ്. രണ്ട് അതിഥികൾ, ഒന്ന് മരണം വിളിക്കണ്ടല്ലോ, വിളിക്കാതെ വരും. മറ്റൊന്ന് ചാനലുകാരും. ചാനലുകാരെന്ന് പറഞ്ഞാൽ കുറ്റം പറയല്ലോ, കുറ്റം പറയല്ല, അവരങ്ങനെ, അതവരുടെ ഡ്യൂട്ടിയാണ്. നല്ല കാര്യങ്ങൾ എവിടെ നടന്നാലും അവരത് കാണിക്കണം, മാലോകർക്ക് മുന്നിൽ കാണിക്കണം. ഇതാണ് നമ്മുടെ നാട് എന്ന് ഇന്ത്യ ഒട്ടാകെ കാണിക്കണം. അങ്ങനെ കാണിച്ചപ്പോ ഈ സഹോദരിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? നബിദിന റാലികൾ നടക്കുമ്പോ നിങ്ങൾ മുസ്ലിം ഒന്നല്ലല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താ? ഈ പിന്നെ നോട്ടിന്റെ മാല കുട്ടിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാനും ഒരു സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു ചുംബനം സമർപ്പിക്കാൻ അത് തോന്നാൻ കാരണം എന്താ? അപ്പൊ ഈ സഹോദരയുടെ മറുപടി എന്താ? മറുപടി, എനിക്കിത് വലിയ സംഗതിയായിട്ടൊന്നും തോന്നുന്നില്ല. അതാണ് കേരളത്തിന്റെ ചരിത്രം. ആര് പറഞ്ഞു തന്നിട്ടൊന്നുമല്ല, ഞാന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ കണ്ട് പഠിച്ച് വളർന്നത് അങ്ങനെയാണ്. അല്ലാതെ അത് എനിക്ക് വലിയ സംഗതിയായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം എന്താ? എന്റെ പരിസരം അങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ കഴിയുന്നത് അങ്ങനെയാണ്, എന്റെ ഉമ്മ അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടോ എത്ര സ്ഥലങ്ങളിലാണ് നബിദിന റാലി നടക്കുമ്പോൾ ഇതര സമുദായത്തിലെ സ്നേഹിതന്മാർ, കൂട്ടുകാർ പാനീയം നൽകുന്നു, ദാഹം മാറ്റാൻ വേണ്ടി കുടിക്കാനുള്ള പാനീയം നൽകുന്നു. അതാണ് മതസൗഹൃദം. അത് നമ്മുടെ നാടുകളിൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഒരുമയോടെ ഓരോ ആഘോഷങ്ങളും മതത്തിന്റെ വേലിക്കെട്ടില്ലാതെ ആഘോഷിക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മലപ്പുറം കോഡൂർ വലിയാട് തദ്രീസുൽ ഇസ്ലാം മദ്രസയുടെ നബിദിന റാലിയിൽ കുട്ടിക്ക് നോട്ട് മാല ചാർത്തുന്ന ദൃശ്യം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഒരുപാട് പേർ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഷീനയ്ക്കും ഹാദി ഷാമലിനുമൊപ്പം രജീഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും. നാടെങ്ങും നബിദിന റാലികൾ പൂർത്തിയായി. നബിദിന റാലിക്കിടെ കണ്ട ഒരു വളരെ ഒരു ഹൃദയഹാരിയായ ഒരു നിമിഷം. അത് നബിദിന റാലിയിലേക്ക് പോയി ഒരു നോട്ടുമാല അർപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ മുഖമാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത്. അതേ ആള് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഷീനയും അതോടൊപ്പം ആ നോട്ടുമാല ഏറ്റുവാങ്ങിയ ഹാദി ഷാമിലും. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു നബിദിന റാലിക്ക് തന്നെ ഒരു കുട്ടികൾക്ക് നോട്ടുമാല കൊടുക്കുന്നത് മുമ്പ് തീരുമാനിച്ചതായിരുന്നു? ഇല്ലേ, നമ്മൾ അങ്ങനെ കഴിഞ്ഞൊരു സാഹചര്യം അങ്ങനെയാണ്, ഒന്നിച്ച് കഴിഞ്ഞോളാണ്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നബിദിനത്തിൽ നോട്ടുമാല ഇടണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇട്ടപ്പോഴാണ് ആളറിയുന്നത് ഇവനാണെന്നുള്ളത്. നബിദിനത്തിന് തന്നെ പോയി നോട്ടുമാല അർപ്പിക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഈശ്വര, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കൊരാഗ്രഹം തോന്നി, അപ്പൊ പൈസ ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ മാറ്റി ഇട്ട് കൊടുത്തു, അങ്ങനെ മാത്രം. ഹാദി അയൽവാസിയാണ്? അയൽവാസിയാണ്. ഇട്ടപ്പോഴാണ് ആളട്ടിക്ക് ഇട്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ കുട്ടികൾ മുന്നിക്ക് പോയി, പിന്നെ കിട്ടിയത് ഇവനാണ്. ഇന്ന് നബിദിന റാലിക്ക് ഇങ്ങനെ ഒരു നോട്ടുമാല കിട്ടി വലിയ സന്തോഷം തോന്നിയോ? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ആളുകളൊക്കെ കണ്ടോ നിങ്ങളുടെ ഈ വീഡിയോ? ഭയങ്കര ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുകയും ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പ്രചരിക്കുകയാണ്. പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞോ? ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, പിന്നെ മദ്രസയിൽ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു. കമ്പനിയിൽ എങ്ങനെയാണ് ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടോ? കണ്ടു. അവർ എന്നോട് പറഞ്ഞു ഇത്രയ്ക്ക് വലിയ ഫേമസ് ആയി എന്നുള്ളത്. ഞാനിപ്പോഴും അതിനെ പറ്റി യാതൊരു ഒന്നുമില്ല. ഇതൊക്കെ സാധാരണ നടക്കുന്നൊരു സംഭവം. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന, എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നമ്മുടെ നാടിന്റെ ഒരു സൗന്ദര്യം. എന്തായാലും കേരള സ്റ്റോറിയൊക്കെ പല തരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് നബിദിനത്തിലെ ഈ വളരെ ഹൃദയഹാരിയായ ഒരു രംഗം.